ഓക്കെ ഗൈസ്, ഇവിടെ ഞാൻ കുറെ നേരമായിട്ട് ടി വി ഒക്കെ കാണായിരുന്നു കേട്ടാ. ഇന്ന് പിന്നെ എന്താണാവോ ടി വിയിൽ നല്ല പരിപാടി ഒന്നുമില്ല. നമുക്ക് ഏതായാലും ഒരു കാര്യം ചെയ്യാം, ഈ ടി വി ഓഫാക്കാം. നമുക്ക് പറ്റിയെങ്കിൽ എങ്ങോട്ടെങ്കിലും കറങ്ങാൻ പോവാം. ഒരു മിനിറ്റ് ഗൈസ്, അങ്ങോട്ടേക്ക് നോക്കിയേ. അവിടെ മേലെ എന്തുണ്ടല്ലോ, എന്തോ നീല കളറിലുള്ള സംഭവാ. ഇതെന്താ ചന്ദ്രനാണോ? ഏയ്, ഇത് ചന്ദ്രനല്ല, അത് നീല കളറല്ലല്ലോ. ഇത് നീല കളറല്ല. ഒരു മിനിറ്റ്, ഞാൻ സ്നൈപ്പറിന്റെ സ്കോപ്പ് വെച്ച് കാണിച്ചു തരാം. ഇതെന്താ ഭൂമിയാണോ? കുറെ വെള്ള വരകൾ കൊടുത്തിട്ടുണ്ട്, സൈഡില് പച്ച കളറിൽ എന്തോ ഉണ്ട്. എനിക്ക് തോന്നണതേ അതൊരു ഭൂമിയാണ്. നമ്മുടെ ഭൂമിയിൽ പിന്നെ 70% വെള്ളല്ലേ, ഇതിലും അങ്ങനെയാ കാണിക്കണേ. എന്നാലും എനിക്ക് ഒരു കാര്യം മനസ്സിലാവണില്ല, നമ്മളിപ്പോ ഓൾറെഡി ഭൂമിയിലല്ലേ നിക്കണേ. ഒരു ഭൂമിയില് വേറൊരു ഭൂമിയാ. ഇതെന്താണോ സംഭവം, എനിക്ക് മനസ്സിലാവണില്ല. നമുക്ക് ഏതായാലും ഒരു കാര്യം ചെയ്യാം, വണ്ടി എടുത്തിട്ടേ അങ്ങോട്ടേക്ക് ഒന്ന് പോയി നോക്കി നോക്കാം, ശരിക്കും ഇത് എന്താണോ സംഭവം. 5 minutes later. ഗൈസ്, ഇപ്പൊ ഏതായാലും ഒരു കാര്യം ഉറപ്പായി, ഇതൊരു ഭൂമി തന്നെയാ. ആ അടിയിലുള്ള ഭാഗം അന്റാർട്ടിക്ക എന്ന് തോന്നുന്നുണ്ട്. എന്തിട്ടായാലും ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആ ഭൂമിയിൽ കയറാൻ പറ്റുമെന്ന് നോക്കി നോക്കാം. എങ്ങനെയപ്പോ ആ ഭൂമിയിൽ കയറാ? ഈ ഭാഗത്ത് സ്റ്റെപ്പൊന്നും വെച്ചിട്ടില്ലേ? ഞാൻ ആദ്യം വിചാരിച്ചത് ഈ ഭാഗത്ത് സ്റ്റെപ്പൊക്കെ ഉണ്ടാവുന്ന, ആ സ്റ്റെപ്പ് കയറി മേലേക്ക് പോകാൻ പറ്റുന്ന. പക്ഷെ അങ്ങനെയൊന്നുമില്ല, ഈ ഭാഗത്ത് സ്റ്റെപ്പൊന്നും വെച്ചിട്ടില്ല. നമുക്ക് മിക്കവാറും വല്ല ഹെലികോപ്റ്റർ വേണ്ടി വരും. ഹെലികോപ്റ്റർ കിട്ടാനും വലിയ പാടൊന്നുമില്ല, അതിപ്പോ എയർപോർട്ടിൽ നിന്ന് നമുക്ക് കിട്ടും. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് നേരെ എയർപോർട്ടിലേക്ക് പടച്ചുവിടാം. Meanwhile. ഓക്കെ, നമ്മളങ്ങനെ എയർപോർട്ടിൽ വന്നേക്കാ. ഇവിടെ പിന്നെ ഹെലികോപ്റ്റർ ഒന്നും കാണാനില്ല. ഇവിടെ പക്ഷേ ഒരു പ്ലെയിൻ ഉണ്ട്. ഇത് ആക്ച്വലി ഒരു ചെറിയ പ്ലെയിനാണ്. ഇങ്ങനത്തെ പ്ലെയിൻ ആയാലും കുഴപ്പമൊന്നുമില്ല. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഈ കാണുന്ന പ്ലെയിനും കടിച്ചു മാറ്റാം, എന്നിട്ട് നേരെ ആ ഭൂമിയിലേക്ക് പോവാം. ഈ പ്ലെയിൻ ഇപ്പോൾ ഇങ്ങനെ ടേക്ക് ഓഫ് ചെയ്യുക. അവിടെ റൺവേയിൽ ഓൾറെഡി ഒരു പ്ലെയിൻ ഉണ്ട്. അല്ലെങ്കിലും റൺവേയുടെ ആവശ്യമില്ല, ഇതൊരു ചെറിയ പ്ലെയിൻ അല്ലേ, നമുക്ക് എവിടെയെങ്കിലും വെച്ച് ടേക്ക് ഓഫ് ചെയ്യാം. ലെറ്റ്സ് ഗോ. നമ്മളങ്ങനെ പ്ലെയിനൊക്കെ ടേക്ക് ഓഫ് ചെയ്തു. ഒരു മിനിറ്റ് ഗൈസ്, അങ്ങോട്ടേക്ക് നോക്കിയേ. ആ ഭൂമിക്ക് കണ്ണും മൂക്കും വായൊക്കെ ഉണ്ട്, ഒരു വലിയ വായുണ്ട്. ഇതപ്പോ ഞാൻ വിചാരിച്ച പോലില്ല. ഇതപ്പോ സാധാരണ ഒരു ഭൂമിയല്ല, ഇതൊരു ഡെവിൾ ഭൂമിയാണ്. അതെ, അതിൻ്റെ അകത്ത് കയറണ. അത് മിക്കവാറും ഒരു ട്രാപ്പ് ആവാൻ ചാൻസ് ഉണ്ട്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് അതിൻ്റെ അകത്ത് കയറാം. എന്തായാലും ഇവിടെയും വരെ വന്നില്ലേ, അതിനകത്ത് എന്താ ഉള്ളതെന്ന് നമുക്ക് നോക്കി നോക്കാം. എനിക്ക് തോന്നണതേ നമ്മൾ വേറെ ഏതൊരു ലോകത്തേക്ക് എത്തുന്ന. കാരണം നമ്മൾ നിൽക്കുന്നത് ഭൂമിയിൽ, നമ്മളിപ്പോൾ കയറാൻ പോണതും ഭൂമിയിലാ. ഇതിനകത്ത് കയറിയാലേ നമ്മൾ വേറെ ഏതൊരു ലോകത്തെത്തും. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ പ്ലെയിൻ എടുത്തിട്ടെ ആ ഭൂമിയുടെ വായിൽ കയറാം. ലെറ്റ്സ് ഗോ. നമ്മളങ്ങനെ ആ ഭൂമിയുടെ വായിൽ കയറിയേക്കാണ്. ഈ പ്ലെയിൻ ഇവിടെ ചെറുതായിട്ട് ക്രാഷായി. പക്ഷെ സീനൊന്നുമില്ല, നമുക്കപ്പോൾ ഇതിൽ നിന്ന് ഇറങ്ങാം. അല്ല, ഇവിടെ ഇപ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ലല്ലോ. നമ്മൾ ഈ ഭൂമിയുടെ വായിൽ കയറി, ഇവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഞാൻ ആദ്യം വിചാരിച്ചത് ഈ ഭൂമിയിൽ കയറിയല്ലേ നമ്മൾ വേറെ ഏതൊരു ലോകത്ത് എത്തുന്ന. പക്ഷെ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, നമുക്കിവിടെ നിന്ന് തിരിച്ചു പോവാം. ഇവിടെ നിന്ന് താഴത്തേക്ക് ചാടാം. എൻ്റെ കയ്യിൽ പിന്നെ പാരച്ചൂട്ടൊക്കെ ഉണ്ട്. ഒരു മിനിറ്റ് ഗൈസ്, ഇത് നോക്കിയേ. ഇവിടെ ഒരു ബട്ടണൊക്കെ വെച്ചിട്ടുണ്ട്. ഈ ബട്ടണിൽ അമർത്തി കഴിഞ്ഞാൽ എന്താണോ സംഭവിക്കുക? നമുക്കൊന്ന് നോക്കി നോക്കാം. നമുക്ക് ആ ബട്ടണിൽ പ്രസ് ചെയ്യാം. ഓക്കെ, ഞാനങ്ങനെ ആ ബട്ടണിൽ പ്രസ് ചെയ്തേക്കാം. ഗൈസ്, ഇതുണ്ടില്ലേ, ആ ബട്ടണിൽ പ്രസ് ചെയ്തപ്പോൾ ഇവിടെ ഒരു പോർട്ടൽ ഓപ്പൺ ആയി. ഈ പോർട്ടലിൽ കയറി കഴിഞ്ഞാൽ ഒരു കാര്യം ഉറപ്പാ, നമ്മൾ വേറെ ഏതൊരു ലോകത്തെത്തും. എന്തപ്പോ ചെയ്യണ്ടേ? ആ പോർട്ടലിൽ കയറണ. അതിനകത്ത് കയറി കഴിഞ്ഞാൽ എന്താണോ സംഭവിക്കുക? എന്തിട്ടായാലും ഒരു ട്രാപ്പ് ആവാൻ ചാൻസ് ഉണ്ട്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് രണ്ടും കൽപ്പിച്ച് അകത്തേക്ക് കയറാം. ഇതിപ്പോ ട്രാപ്പ് ആയാലും കുഴപ്പമൊന്നുമില്ല. 3, 2, 1 ലെറ്റ്സ് ഗോ. ഓക്കെ, നമ്മളങ്ങനെ ആ പോർട്ടലിനകത്ത് കയറിയേക്കാ. നമ്മളിത് ഇങ്ങോട്ടേക്കാ പോണേ. എൻ്റെ കയ്യിൽ പിന്നെ പാരച്ചൂട്ടൊക്കെ ഉണ്ട്,
നമുക്ക് പാരച്യൂട്ട് ഇടാം, എന്നിട്ട് അടിയിലേക്ക് സേഫായിട്ട് ലാൻഡ് ചെയ്യാം. ഗൈസ് അതെ, നമ്മളിവിടെ വേറെ ഏതൊരു ലോകത്ത് വന്നേക്കാ. ഇതും ലോസ് ആൻഡോസ് ആണല്ലോ. ആ നമ്മൾ വേറെ ഏതൊരു ഭൂമിയിലാണ് കയറിയേ. അപ്പൊ പിന്നെ ലോസ് ആൻഡോസിലല്ല എത്താ. ഇത് പിന്നെ ഉണ്ടല്ലേ, ലോസ് ആൻഡോസിൽ വേറെ കാലാവസ്ഥയാ. ആ ഭൂമി ഇപ്പോഴും അവിടെ ഉണ്ട്. ഇവിടെ ലോസ് ആൻഡോസിൽ വേറെ കാലാവസ്ഥയാ. ഇവിടെ മഞ്ഞുണ്ട്, മഴയും പെയ്യുണ്ട്. ഇതെന്താണോ ഇങ്ങനത്തെ ഒരു കാലാവസ്ഥ? അല്ല, ഞാനിപ്പോ ഇവിടെ എന്താ ചെയ്യണ്ടേ? ഇവിടെ റോഡില് വണ്ടികളൊന്നും കാണാനില്ല, മനുഷ്യന്മാരും കാണാനില്ല. ഒരു മിനിറ്റ്, അവിടെ ഒരു വണ്ടി വരുന്നുണ്ട്. ആ ഇതാ മറ്റേ പോലീസിന്റെ വണ്ടിയല്ലേ? ആ ഈ ലോകത്തപ്പോ പോലീസൊക്കെ ഉണ്ടാ? ആ അതേതായാലും കൊള്ളാം. നമുക്ക് ഏതായാലും ഒരു കാര്യം ചെയ്യാം, ഈ സിറ്റി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. പക്ഷേ നമ്മുടെ കയ്യിൽ വണ്ടിയില്ല. ഇവിടെ റോഡില് ഒരു വണ്ടി പോലും കാണാനില്ല. ഇപ്പൊ തന്നെ ഒരു പോലീസിന്റെ വണ്ടിയെ പോയേ. നമുക്കത് അടിച്ചു മാറ്റായിരുന്നു. ഈ ഭാഗത്തെ ഒരു സൈക്കിൾ പോലും കാണാനില്ല. 1 hour later. ഓക്കെ, നമുക്കങ്ങനെ വണ്ടിക്ക് കിട്ടിയേക്കാ. അവിടെ മുമ്പില് മറ്റേ MG കോമറ്റ് ഉണ്ട്. അല്ലെങ്കിൽ വേണ്ട, ഈ കോമറ്റ് വേണ്ട. ഇവിടെ ഒരു സൂപ്പർ കാർ പാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഈ സൂപ്പർ കാർ അങ്ങ് അടിച്ചു മാറ്റാം. എന്തെങ്കിലും ആവട്ടെ, നമുക്കങ്ങനെ ഫൈനലി ഒരു സൂപ്പർ കാർ കിട്ടിയേക്കാ. പക്ഷെ ഇവിടെ മനുഷ്യന്മാരെ കാണാനില്ല ഏട്ടാ. എനിക്ക് ആരെങ്കിലുമൊക്കെ കാണണം, ഇല്ലെങ്കിൽ സമാധാനം കിട്ടില്ല. അതെ, ഒരു കാര്യം ചെയ്യാം, നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോയാലോ? മൈക്കിള്, ട്രെവർ, ലെസ്റ്റർ, ഇവരെ പോയി കണ്ടാലോ? ഇനിയിപ്പോൾ ഈ ലോകത്ത് ലെസ്റ്റർ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ആ എന്നിട്ടായാലും നോക്കി നോക്കാം. നമുക്ക് അവരുടെ വീട്ടിലേക്ക് പോവാം. ഗൈസ്, അതിനു മുൻപേ ഈ വീഡിയോ ഇതായിരിക്കും ലൈക്ക് ചെയ്യാത്തവര് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാട്ടാ. അതുമാത്രല്ല, ചാനൽ ഇതൊരുക്കി സബ് ചെയ്യാത്തവര് തീർച്ചയായിട്ടും ചാനൽ കൂടി സബ് ചെയ്യാ. നമുക്കിനി ലെസ്റ്ററിന്റെ വീട്ടിൽ പോവാം. അവിടെ ശരിക്കും ലെസ്റ്റർ ഉണ്ടോയെന്ന് നോക്കി നോക്കാം. ഓക്കെ, നമ്മളങ്ങനെ ലെസ്റ്ററിന്റെ വീട്ടിൽ വന്നേക്കാ. ഈ കാർ നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാം. ഇവിടെ നീ ലെസ്റ്റർ ഉണ്ടോയെന്ന് നോക്കി നോക്കാം. എടാ ലെസ്റ്ററെ, ഞാൻ ദേ വന്നുടാ. ആ ഇതുണ്ടല്ലേ, ലെസ്റ്റർ ദേ ഇവിടെ നിൽക്കുന്നുണ്ട്. ഒരു മിനിറ്റ്, ഇതെന്തത്? ലെസ്റ്ററുടെ RPG ഒക്കെ കൈപ്പിടിച്ച് നിൽക്കണേ. എടാ ലെസ്റ്ററെ, ഇതെന്താടാ? നീ എന്തിനാ RPG ഒക്കെ കൈപ്പിടിച്ച് നിൽക്കണേ? എന്നെ അറ്റാക്ക് ചെയ്യാൻ പോവാണോ? എടാ ലെസ്റ്ററെ, നീ എന്തും മിണ്ടാത്തേ? ഗൈസ് അതെ, ഈ ലെസ്റ്റർ ഒന്നും മിണ്ടണില്ല. എടാ എന്തേലും പ്രശ്നമുണ്ടാ? വാ തുറന്ന് പറ, എന്തേലും പ്രശ്നമുണ്ടാ? ഇതെന്തത്? ലെസ്റ്റർ എന്നെ അറ്റാക്ക് ചെയ്യാൻ നോക്കണല്ലോ. എടാ ലെസ്റ്ററെ, എന്താ പ്രശ്നം? നീ എന്തിനാ എന്നെ അറ്റാക്ക് ചെയ്യണ്? ഗൈസ് അതെ, എനിക്ക് തോന്നണതേ ലെസ്റ്ററിന് പ്രാന്തായിന്നാ. ഇവനെ എന്നെ അറ്റാക്ക് ചെയ്യാൻ നോക്കണേ. അവൻ മിക്കവാറും അവന്റെ സ്വന്തം വീട് കത്തിക്കും. ഓ, അവിടെ ഉണ്ടായിരുന്ന വണ്ടിയും കൂടി അവൻ കത്തിച്ചു. അതെ, നമുക്കിനി ഇവിടെ നിൽക്കണ്ട, നമുക്ക് എത്രയും പെട്ടെന്ന് സ്ഥലം വിടാം. അതായിരിക്കും നല്ലത്. ഇവിടെ പോ ലെസ്റ്ററിന് പ്രാന്തായിക്ക. എന്നാലും എനിക്ക് മനസ്സിലാവണില്ല, ഈ ലെസ്റ്റർ എന്തിനാണാവോ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറണേ? ആ എന്തായാലും ആവട്ടെ. അതെ, ഇനിയിപ്പോൾ എങ്ങോട്ടേക്കാ പോവാ? ലെസ്റ്റർ ഇപ്പം എന്നോട് ഇങ്ങനെ പെരുമാറണേ. അവനെന്നെ ആർപ്പിച്ച് കൊല്ലാൻ നോക്കുക. അടുത്തത് എങ്ങോട്ടേക്കാ പോവാ? ആ ഒരു കാര്യം ചെയ്യാം, നമുക്ക് അടുത്തതേ മൈക്കിളിന്റെ വീട്ടിൽ പോവാം. ഇനിയിപ്പോൾ മൈക്കിള് എന്നോട് എങ്ങനെയാണോ പെരുമാറാ? 2 hours later. ഓക്കെ, നമ്മളങ്ങനെ മൈക്കിളിന്റെ വീട്ടിൽ വന്നേക്കാ. മൈക്കിൾ പിന്നെ ഇവിടെ പുറത്ത് നിൽക്കുന്നുണ്ട്. അല്ല, ഇതെന്തത്? മൈക്കിളിന്റെ കയ്യിൽ എന്തോ പേപ്പർ ഉണ്ടല്ലോ. ആ പേപ്പറിൽ എന്തോ എഴുതിയിട്ടാ. ഇതിലെന്താ എഴുതിയേക്കണത്? നീഡ് മണിന്നാ. നീഡ് മണി ഫോർ ബിയർ. എടാ മൈക്കിളെ, ഇതെന്തത്? നിന്റെ കയ്യിൽ എന്താ പൈസ ഇല്ലേ? ഗൈസ് അതെ, ഈ മൈക്കിളൊരു വലിയ ബിസിനസ്മാൻ ആയിരുന്നു. ഇവനിപ്പോ അവിടെ പിച്ചെടുക്കുക. എന്നാലും ഇതെങ്ങനെ? എടാ മൈക്കിളെ, എന്താണ്ടായേ? നിന്റെ കാശൊക്കെ എവിടെയാ? മൈക്കിളും ഒന്നും മിണ്ടണില്ല. ഇവരാണെങ്കിൽ പേപ്പറും കൈപ്പിടിച്ച് നിൽക്കുക, ഒന്നും മിണ്ടണില്ല. അതെ, നമുക്കിനി ഇവിടെ നിന്ന് പോവാം. ആ മൈക്കിള് ഒന്നും മിണ്ടണില്ല. ഈ ലോകത്തെന്താ ആരും മിണ്ടില്ലേ? നേരത്തെ ലെസ്റ്ററും മിണ്ടിയില്ല, മൈക്കിളും മിണ്ടിയില്ല. അതെ, എനിക്ക് തോന്നണതേ ഇതെന്തൊരു തല തിരിഞ്ഞ ലോകാന്ന്. നിങ്ങൾക്കറിയാലോ, നമ്മുടെ മൈക്കിള് ഒരു വലിയ ബിസിനസ്മാനാ.
മൈക്കിളിന്റെ കയ്യിൽ ഇഷ്ടം പോലെ ക്യാഷ് ഉണ്ട്. പക്ഷേ ഈ ലോകത്തേക്ക് വന്നപ്പോഴേ മൈക്കിള് ഒരു പിച്ചക്കാരനാ. അതേപോലെ തന്നെ ലെസ്റ്ററിന്റെ കാര്യം. ലെസ്റ്റർ ആക്ച്വലി എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. പക്ഷേ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ ലെസ്റ്റർ എൻ്റെ ഫ്രണ്ടല്ല, അവൻ എൻ്റെ വലിയൊരു എനിമിയാണ്. ചെന്നപ്പോൾ തന്നെ അവൻ RPG എടുത്ത് ഫയർ ചെയ്യുക. ഭാഗ്യത്തിന് ഞാൻ ചത്തില്ല. ഒരു മിനിറ്റ് ഗൈസ്, ഇതുണ്ടല്ലേ, ഞാനിവിടെ ഒരു ബാങ്കിൽ വന്നേക്കാ. ഇതാ മറ്റേ ഫ്ലീക്ക ബാങ്കാണ്. നമുക്ക് ഈ ബാങ്ക് റോബർ ചെയ്യാൻ പറ്റുമെന്ന് നോക്കി നോക്കാം. ഇതെന്തത്? ഇവിടെ ബാങ്കിലും മനുഷ്യന്മാരില്ല. സാധാരണ ബാങ്കിൽ ഇഷ്ടംപോലെ മനുഷ്യന്മാരുണ്ടാവാറില്ലേ? ഈ ഭാഗത്ത് ബാങ്കിന്റെ സ്റ്റാഫൊക്കെ ഉണ്ടാവും. ഇവിടെ ഇപ്പോൾ ബാങ്കിൽ ഒരാളും ഇല്ല. ഇവിടെ ക്യാമറ ഒക്കെ വെച്ചിട്ടുണ്ട്. ക്യാമറ വർക്കിംഗ് ആണോന്ന് എനിക്കറിയില്ല. നമുക്കിതിന്റെ ലോക്കർ റൂമിൽ പോവാം. ഗൈസ്, ഇത് നോക്കിയേ, ലോക്കർ റൂമൊക്കെ ഓപ്പൺ ആക്കിയിട്ടേക്കാ. സാധാരണ ഈ ഡോറ് ആരും ഓപ്പൺ ആക്കാറില്ല, ഇതെപ്പോഴും ലോക്കായിട്ടാണ് ഇരിക്കാറ്. പക്ഷെ ഇവിടെ അത് ഓപ്പൺ ആണ്. ഈ ഗേറ്റും കൂടി നമുക്ക് ഓപ്പൺ ആക്കാൻ പറ്റും. ഇത് കൊള്ളാല പരിപാടി. ഇനിയിപ്പോൾ നമുക്ക് ഈ ബാങ്ക് സുഖമായിട്ട് റോബർ ചെയ്യാൻ പറ്റും. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ ബാങ്ക് റോബർ ചെയ്യാം. A few moments later. ഓക്കെ, ഇവിടെ ഞാൻ ബാങ്കൊക്കെ റോബർ ചെയ്തു. ഗൈസ്, അതെ, സാധാരണ ഒരു ബാങ്ക് റോബർ ചെയ്താലേ പോലീസുകാര് നമ്മുടെ പിന്നാലെ വരില്ലേ? ഇവിടെ പക്ഷെ അങ്ങനെയൊന്നും സംഭവിച്ചില്ല കേട്ടാ. ബാങ്കിൽ നിന്ന് കുറെ ക്യാഷ് അടിച്ചു മാറ്റി. ഇതൊരിക്കും പോലീസുകാരൊന്നും വന്നില്ല, നമുക്ക് വാണ്ടഡ് ലെവൽ പോലും വന്നില്ല. അപ്പൊ പിന്നെ ഒരു കാര്യം മനസ്സിലായി, നമ്മൾ വന്നിരിക്കണത് ഒരു തല തിരിഞ്ഞ ലോകത്താ. ബാങ്ക് റോബർ ചെയ്തിട്ടും പോലീസുകാർ വന്നില്ലേ? ഗൈസ്, അതെ, എനിക്കിനി ഒരു കാര്യം കൂടി നോക്കണമെന്നുണ്ട്. നമുക്ക് സ്വന്തം വീട്ടിലേക്ക് പോവാം. തല തിരിഞ്ഞ ലോകത്ത് ഫ്രാങ്ക്ലിൻ എങ്ങനെയാവുമെന്ന് എനിക്കറിയില്ല. ഇനിയിപ്പോൾ ഫ്രാങ്ക്ലിൻ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഈ ലോകത്ത് ഓൾറെഡി ഒരു ഫ്രാങ്ക്ലിൻ ഉണ്ട്. നമുക്ക് നോക്കി നോക്കാം. നമുക്ക് സ്വന്തം വീട്ടിലേക്ക് പോവാം. ഓക്കെ, നമ്മളങ്ങനെ സ്വന്തം വീട്ടിൽ വന്നേക്കാ. ഒരു മിനിറ്റ്, ഇതെന്തത്? എൻ്റെ വീടിന് മുമ്പിൽ കുറെ ബാരിക്കേഡൊക്കെ വെച്ചിട്ടുണ്ടല്ലോ. ഡു നോട്ട് ക്രോസ് എന്ന് അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്താണെങ്കിൽ ഫോർ സെയിലിൻ്റെ ബോർഡും വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടുത്തെ ഫ്രാങ്ക്ലിൻ ഈ വീട് വിറ്റ പറയാൻ പറ്റില്ല കേട്ടാ. ഇവിടെ പിന്നെ ഗ്യാരേജൊക്കെ ഓപ്പൺ ആവുന്നുണ്ട്, ഈ സെൻസറൊക്കെ വർക്ക് ആവുന്നുണ്ട്. അതിപ്പോൾ ഏതായാലും കൊള്ളാം. അതെ, നമുക്കൊന്ന് അടിയിലേക്ക് പോവാം. ഇവിടെ ചോപ്പ് ഉണ്ടോന്ന് നോക്കി നോക്കാം. ഇതെന്തത്? ഇവിടെ ചോപ്പില്ലേ? ചോപ്പിന്റെ വീടൊക്കെ ഉണ്ട്, പക്ഷെ ഇവിടെ ചോപ്പിനെ കാണാനില്ല. ഈ ഷിൻചാനും ചോപ്പും എവിടെയാണാവോ? ഈ വീട്ടിൽ പിന്നെ ലൈറ്റൊക്കെ കത്തുണ്ട്. ഒരു മിനിറ്റ്, അവിടെ ആരൊക്കെ എടുക്കണ്ടല്ലോ. ഇത് ഞാനല്ലേ? ഞാനെന്താ ഈ തറയിലൊക്കെ എടുക്കണേ? എടാ ഫ്രാങ്ക്ലിനെ, എനിക്ക് ഇവനെന്താ അവിടെ ചത്തു എടുക്കാണോ? അയ്യോ, അവൻ മരിച്ചു എന്ന് പറയല്ലേ? തല തിരിഞ്ഞ ലോകത്ത് ഫ്രാങ്ക്ലിൻ ജീവിച്ചിരിക്കണില്ലേ? എടാ ഫ്രാങ്ക്ലിനെ എണിക്കടാ. ഗൈസ്, അതെ, ഇവനെ എണിക്കണില്ല ഏട്ടാ. ഇവൻ മരിച്ചെന്ന് തോന്നണേ. എനിക്ക് തോന്നണത് ആരെങ്കിലും ഇവനെ കൊന്നുണ്ടാവുന്ന്. ഗൈസ്, അതെ, നമുക്കിനി ഇവിടെ നിൽക്കണ്ടട്ടാ. നമുക്ക് എത്രയും പെട്ടെന്ന് സ്ഥലം വിടാം, അതായിരിക്കും നല്ലത്. ഇതൊരു തല തിരിഞ്ഞ ലോക, ഇവിടെ പലതും സംഭവിക്കും. ഈ ലോകത്തെ ലെസ്റ്റർ നമ്മുടെ എനിമിയാ, മൈക്കിള് ഒരു പിച്ചക്കാരനാ. ബാങ്ക് റോബർ ചെയ്ത പോലീസുകാർ നമ്മുടെ പിന്നാലെ വരില്ല. അതുമാത്രല്ല, ഈ ലോകത്ത് ഫ്രാങ്ക്ലിൻ ജീവിച്ചിരിക്കണില്ല, അവനൊക്കെ എപ്പോഴേ മരിച്ചു. ഈ സ്ഥലം ശരിയല്ല ഏട്ടാ. നമുക്കിനി എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോവാം. ആ ഭൂമി പിന്നെ ഇവിടെ ഉണ്ട് ഏട്ടാ. നമുക്ക് ആ ഭൂമിയിൽ തിരിച്ച് കയറി കഴിഞ്ഞാൽ നമുക്ക് പഴയ ലോകത്ത് എത്താൻ പറ്റും തോന്നുന്നുണ്ട്. ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് കയറണമെങ്കിൽ വീണ്ടും ഒരു പ്ലെയിൻ വേണ്ടേ? നമുക്കപ്പോൾ എയർപോർട്ടിൽ പോവാം. എയർപോർട്ടിൽ നിന്ന് പെട്ടെന്ന് ഒരു പ്ലെയിൻ അടിച്ചു മാറ്റാം. ഓക്കെ, നമ്മളങ്ങനെ എയർപോർട്ടിൽ വന്നേക്കാ. ഇവിടെ പ്ലെയിനൊന്നുമില്ലേ? ഇവിടെ വലിയ പ്ലെയിൻ ഉണ്ട്. നമുക്ക് വലിയ പ്ലെയിൻ വേണ്ട, നമുക്ക് വേണ്ടത് ഒരു ചെറിയ പ്ലെയിനാണ്. ഇതുണ്ടില്ലേ, ഇവിടെ മറ്റേ ചെറിയ പ്ലെയിൻ ഉണ്ട്. നമ്മൾ നേരത്തെ ഇതേപോലത്തെ പ്ലെയിനിലാ കയറി വന്നേ. നമുക്കപ്പോൾ പെട്ടെന്ന് ഈ പ്ലെയിനും അടിച്ചു മാറ്റാം. ഇനിയിപ്പോൾ ഈ ലോകത്തെ ഒരു മിനിറ്റ് പോലും നിൽക്കണ്ട, വേഗം സ്ഥലം വിടാം. ഇവിടെ പിന്നെ എയർപോർട്ടിലെ പ്ലെയിനൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം വിചാരിച്ചത് ഇത് തല തിരിഞ്ഞ ലോകല്ലേ, ഇവിടെ എയർപോർട്ടിൽ കപ്പലുണ്ടാവുമെന്ന് വിചാരിച്ചേ. പക്ഷെ അങ്ങനെയല്ല, ഇവിടെ എയർപോർട്ടിൽ ശരിക്കും പ്ലെയിനൊക്കെ ഉണ്ട്. എന്തെങ്കിലും ആവട്ടെ. നമ്മളങ്ങനെ പ്ലെയിനൊക്കെ ടേക്ക് ഓഫ് ചെയ്തു.
ആ ഭൂമി എനിക്ക് അവിടെ കാണാണ്ടേ. നമുക്കിനി തിരിച്ച് ആ ഭൂമിയുടെ വയൽ കയറാം. കയറി കഴിഞ്ഞാൽ പഴയ ലോകത്ത് എത്താൻ പറ്റും തോന്നുന്നുണ്ട്. പഴയ ലോകത്തേക്ക് എത്താൻ പറ്റിയാൽ മതിയായിരുന്നു. എനിക്കിനി ഈ തല തിരിഞ്ഞ ലോകത്ത് നിൽക്കണ്ട. സത്യമായിട്ടും ഞാൻ എൻ്റെ സ്വന്തം ഡെഡ് ബോഡി കണ്ടു. സ്വന്തം ഡെഡ് ബോഡി കാണേണ്ട അവസ്ഥയായേ. നമുക്കപ്പോൾ ആ വയലിലേക്ക് കയറാം. 3, 2, 1 ലെറ്റ്സ് ഗോ. നമ്മളങ്ങനെ വീണ്ടും വയലിലേക്ക് കയറിയേക്കാണ്. വീണ്ടും ഒരു ക്രാഷ് ലാൻഡിങ്. ആ പോർട്ടൽ ഇപ്പോഴും അവിടെ ഉണ്ട്. നമുക്കപ്പോൾ അതിൻ്റെ അകത്ത് കയറാം. ഓക്കെ, എന്തായി? നമ്മൾ പഴയ ലോകത്ത് വന്നാ? നമ്മൾ പഴയ ലോകത്ത് വന്നു തോന്നണേ. പുറത്തെനിക്ക് വെയിലൊക്കെ കാണാണ്ടേ. ലെറ്റ്സ് ഗോ. ഇത് തന്നെയാണ് നമ്മുടെ പഴയ ലോകം. എന്തെങ്കിലും ആവട്ടെ. ആ നാശിഞ്ഞ ലോകത്തുനിന്ന് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റി. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ സേഫായിട്ട് ലാൻഡ് ചെയ്യാം. ഇവിടെ പിന്നെ ഇഷ്ടംപോലെ വണ്ടികൾ കാണാണ്ട്. ഇഷ്ടംപോലെ വണ്ടികളുണ്ട്, മനുഷ്യന്മാരും ഉണ്ട്. ഇപ്പോഴാണ് സമാധാനമായേ. അല്ല, എൻ്റെ മറ്റേ ബാഗ് എവിടെയാ? ഞാൻ അവിടെ നിന്ന് ഒരു ബാങ്ക് റോബർ ചെയ്തില്ലേ? ഒരു ബാഗിൽ ഇഷ്ടംപോലെ ക്യാഷൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ബാഗ് കാണാനില്ല. ആ ബാഗ് പോണെങ്കിൽ പോട്ടെ, ജീവൻ കിട്ടിയില്ലേ, അത് മതി. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് വീട്ടിൽ പോവാം. ഗൈസ്, അപ്പോൾ ഇതോളം നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനൽ സബ് ചെയ്യാത്തവർ ചാനൽ കൂടി സബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.